ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പക്ഷെ നിങ്ങൾ വിവാഹിതരല്ല, അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നിയമ നടപടികളിൽ കുടുങ്ങി ആ ആഗ്രഹം സാധിക്കാതെ പോയാലോ എന്ന പേടിയുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായാണ് ഈ സന്തോഷ വാർത്ത. ദത്തെടുക്കൽ നിയമങ്ങളിൽ അഴിച്ചുപണിയുമായി കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം. സിംഗിൾ പാരന്റിനും അവിവാഹിതരായവർക്കും ഇതിനു പുറമെ വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും ഇനി മുതൽ കുട്ടികളെ ദത്തെടുക്കാൻ സാധിക്കും. പരിചരണ കാലാവധി 5 വർഷം എന്നത് 2 വർഷമാക്കി. അതായത് 2 വർഷത്തെ പരിചരണത്തിന് ശേഷം ഇനി മുതൽ കുട്ടികളെ ദത്തെടുക്കാം. ഇതിനെക്കുറിച്ച് നിബന്ധനകളുണ്ട്. എന്താണെന്നല്ലേ? സിംഗിൾ പാരന്റോ അവിവാഹിതയോ ആയ സ്ത്രീക്ക് ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുക്കാം. എന്നാൽ പുരുഷന് ആൺകുട്ടിയെ മാത്രമാണ് ദത്തെടുക്കാൻ സാധിക്കുക. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയും 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയുമാണ് ദത്തെടുക്കാൻ സാധിക്കുക. 6 മുതൽ 12 വരെയുള്ള കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള രക്ഷിതാവിന്റെ പ്രായം 55 ആണ്. 12 മുതൽ 18 വരെയുള്ള കുട്ടികളെ ദത്തെടുക്കാൻ 60 വയസ്സാണ് പ്രായപരിധി. വിവാഹിതരായ ദമ്പതികളുടെ കാര്യത്തിൽ 2 പേരുടെ സമ്മതം ദത്തെടുക്കൽ നടപടിക്ക് ആവശ്യമാണ്. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞവർക്ക് മാത്രമേ ദത്തെടുക്കാൻ അർഹതയുള്ളൂ. ദത്തെടുക്കുന്നവരുടെ പ്രായം പരിഗണിച്ചാണ് ദത്ത് നൽകുന്ന കുഞ്ഞുങ്ങളെയും നിശ്ചയിക്കുന്നത്. 4 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിന് ദമ്പതിമാരാണെങ്കിൽ ഇരുവർക്കും കൂടി 90 വയസ്സാവണം. സിംഗിൾ പാരന്റ് ആണെങ്കിൽ പ്രായം 45 വയസ്സാകണം. അനാഥരും മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികളെയുമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സസ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ദത്തെടുക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ താമസിക്കുന്ന ദത്തെടുക്കാൻ സന്നദ്ധരായവർ www.cara.nic.in എന്ന സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. 2016 ഫോസ്റ്റർ കെയർ നിയമങ്ങൾ അനുസരിച്ച് നിയമപരമായി വിവാഹം കഴിച്ച ദമ്പതികൾക്ക് മാത്രമായിരുന്നു ദത്തെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. കൂടാതെ ദമ്പതിമാർക്ക് 35 വയസ്സ് തികയണമെന്നും നിബന്ധനയുണ്ടായിരുന്നു. പുതിയ ചട്ടപ്രകാരം ദമ്പതികൾക്ക് 2 പേർക്ക് കൂടി 70 വയസ്സ് പൂർത്തിയായാൽ മതി. 2021 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ നിയമ ഭേദഗതി, 2022 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഭേദഗതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ നടപടി.